സ്ത്രീധനം കുറഞ്ഞുപോയെന്ന് പറഞ്ഞും കൂടുതൽ പണവും സ്വർണവും ആവശ്യപ്പെട്ടും നിരന്തരമായി ശാരീരിക മാനസിക പീഡനത്തിന് ഇരയാക്കിയ ഭർത്താവിനെ അറസ്റ്റ് ചെയ്തു. വടശ്ശേരിക്കര എറം തെക്കുമല പതാലിൽ വീട്ടിൽ ബിജു 52 മലയാളപ്പുഴ പോലീസിന്റെ പിടിയിലായത്. ഇയാളെ കോടതി റിമാൻഡ് ചെയ്തു. ഇയാൾ ഭാര്യ PS കല 45 ഈ കാരണത്താൽ നിരന്തരമായി ശാരീരികമായും മാനസികമായും പീഡനങ്ങൾക്ക് വിധേയമാക്കി വരികയായിരുന്നു. ഈ മാസം 11 ഇത് സംബന്ധിച്ച് പരാതി മലയാളപ്പുഴ പോലീസ് സ്റ്റേഷനിൽ ലഭിച്ചത്. 2020 ജൂൺ 25 വിവാഹിതരായ ഇവർ ഈ വീട്ടിൽ താമസിച്ചു വരവെ പതിവായി മർദ്ദിക്കുകയായിരുന്നു എന്ന് കലയുടെ മൊഴിയിൽ പറയുന്നു. 11 പുലർച്ചെ 2:30 കട്ടിൽ ബലമായി പിടിച്ചു കിടത്തി കഴുത്തിൽ കൈലുകൊണ്ട് ചുറ്റിപ്പിടിച്ച് മുഖത്ത് വലതു കൈ കൊണ്ട് ഇടിച്ച് ചുണ്ടിൽ മുറിവേൽപ്പിക്കുകയും വലതു കൈ വിരൽ മുറിവുണ്ടാക്കുകയും ചെയ്തു. പിന്നീട് തലമുടിയിൽ കുത്തിപ്പിടിച്ച് നെഞ്ചത്തും വയറിനും ചവിട്ടുകയും തലയിലും ശരീരമാകെ മർദ്ദിക്കുകയും ചെയ്തു. തുടർന്ന് കുടിച്ചുകൊണ്ടിരുന്ന മദ്യം വായിലേക്ക് ഒഴിച്ച് നിലവിളിച്ചപ്പോൾ വാ പൊത്തിപ്പിടിച്ചും ഉപദ്രവിച്ചു. ഇയാൾ ഉറങ്ങിയെന്ന് ഉറപ്പായപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി അടുത്തുള്ള സഹോദരന്റെ വീട്ടിലേക്ക് പോയ കല അവിടെ നിന്നും പൈസയും എടുത്ത് ബസ്സിൽ കയറി പന്തളം പൂഴിക്കാട്ടുള്ള സ്നേഹിതയിൽ എത്തിയതായി പോലീസിനോട് പറഞ്ഞു. ഭർത്താവിന്റെ നിരന്തരമായ ഉപദ്രവം സഹിക്കാതെ വയ്യാതെ അകന്നു മാറി സഹോദരന്റെ വീട്ടിൽ താമസിക്കുകയായിരുന്ന ഇവരെ 9 മലയാളപ്പുഴയിൽ വെച്ച് കണ്ട് സ്നേഹം നടിച്ച് വീട്ടിൽ കൂട്ടിക്കൊണ്ടുപോവുകയായിരുന്നു ബിജു. വീട്ടിൽ എത്തിയ ശേഷം ദേഹോപദ്രവം തുടർന്നു. അടൂർ ജനറൽ ആശുപത്രി ചികിത്സയിൽ കഴിഞ്ഞു വന്ന കലയുടെ മൊഴി മലയാളപ്പുഴ പോലീസ് സ്റ്റേഷനിലെ ASI ജയലക്ഷ്മി രേഖപ്പെടുത്തിയതിനെ തുടർന്ന് പോലീസ് ഇൻസ്പെക്ടർ KS വിജയൻ വ്യാഴാഴ്ച കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു. ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം ഊർജിതമാക്കിയ അന്വേഷണത്തിൽ പത്തനംതിട്ട KSRTC ബസ് സ്റ്റാൻഡിൽ നിന്നും വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 12:40 ബിജുവിനെ പിടികൂടി. വൈദ്യ പരിശോധന ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിച്ച ശേഷം 2 അറസ്റ്റ് രേഖപ്പെടുത്തി. നിരന്തര ദേഹോപദ്രവം ഏൽപ്പിക്കുന്നത് സംബന്ധിച്ച് പരാതികൾ കല പോലീസിൽ നൽകിയതിനെ തുടർന്ന് ബിജുവിനെ മലയാളപ്പുഴ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി പലതവണ താക്കീത് നൽകി വിട്ടയച്ചിരുന്നു. കൂടാതെ കൗൺസിലിംഗ് നൽകുന്നതിനും വിളിപ്പിച്ചിരുന്നെങ്കിലും ഹാജരായില്ല. നേരത്തെ ഇയാൾ ഭാര്യയെ ഉപദ്രവിച്ചതിന് മലയാളപ്പുഴ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. കഴിഞ്ഞ വർഷം നവംബർ 19 ഭാര്യയെ മർദ്ദിച്ച് അവശയാക്കുകയും കത്തി എടുത്തെറിഞ്ഞ് വലതു കൈ മുട്ടിന് താഴെ ആഴത്തിൽ മുറിവുണ്ടാക്കുകയും ചെയ്തു. ഇവരുടെ മൊഴിപ്രകാരം എടുത്ത കേസ് അന്വേഷണം പൂർത്തിയാക്കി കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. ഇതിനു പുറമെ 2022 ദേഹോപദ്രവം ഏൽപ്പിച്ചതിനെടുത്ത കേസിലും കഞ്ചാവ് ഉപയോഗിച്ചതിനെടുത്ത കേസിലും ഇയാൾ ഉൾപ്പെട്ടു. നിരന്തരം ഉപദ്രവം തുടർന്ന ബിജു വകവരുത്തുമെന്ന് ഭീഷണിപ്പെടുത്താറുണ്ടെന്നും ഭാര്യയുടെ മൊഴിയിലുണ്ട്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്ത് കൊട്ടാരക്കര സബ് ജയിലിലേക്ക് അയച്ചു.